പ്രൈസ് ദ ലോർഡ്. ആഡ്വെന്റ് ജിംഗിൾസിലേക്ക് ഏവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം. ആഗമന കാലത്തിൽ ക്രിസ്തുമസിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുകയാണല്ലോ. ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുമസ് ട്രീകൾ ഉണ്ടാക്കുന്നത്. ക്രിസ്തുമസ് കാലഘട്ടത്തിൽ ഏതൊരു വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നുവാലും, ഏതൊരു പള്ളിയിലേക്ക് നമ്മൾ കയറി ചെന്നാലും, ആ പള്ളിയിലും ആ വീടുകളിലും എവിടെയൊക്കെ പോയാലും അവിടെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു മരമുണ്ട്, ക്രിസ്തുമസ് ട്രീ എന്ന് നമ്മൾ വിളിക്കുന്ന മനോഹരമായ ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീയെ കുറിച്ച് വെളിപാടിന്റെ പുസ്തകം 22-ാം അധ്യായം 14-ാം വാക്യത്തിൽ വചനം പറയുന്നു, ജീവന്റെ വൃക്ഷത്തിന്മേൽ അവകാശം ലഭിക്കുവാൻ നിങ്ങളുടെ അങ്കികൾ ശുദ്ധിയാക്കുവിൻ. ഓരോ ക്രിസ്തുമസ് ട്രീയെ നമ്മൾ കാണുമ്പോഴും, ഒരു ക്രിസ്തുമസ് ട്രീ നമ്മൾ ഒരുക്കുമ്പോഴും ജീവന്റെ വൃക്ഷത്തെക്കുറിച്ച് നമ്മളെ ഇത് ഓർമ്മപ്പെടുത്തുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ആദ്യ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ട വലിയൊരു കാര്യമാണ് ജീവന്റെ വൃക്ഷം. ദൈവം മനുഷ്യൻ ജീവന്റെ വൃക്ഷത്തിലേക്ക് കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം പറിക്കുമോ എന്നറിഞ്ഞതുകൊണ്ട് അവർ പാപം ചെയ്തപ്പോൾ നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള വൃക്ഷത്തിന്റെ ഫലം സ്വന്തമാക്കി അവർ ദൈവത്തിന്റെ മുമ്പിൽ പാപം ചെയ്തപ്പോൾ കർത്താവ് അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. കർത്താവ് നൽകിയ വലിയൊരു വാഗ്ദാനവും പ്രതീക്ഷയുമായിരുന്നു ജീവന്റെ വൃക്ഷം. അത് നമുക്ക് വീണ്ടും അവകാശമാക്കുവാൻ സാധിക്കുമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തി. ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ നമ്മൾ ഒരു ക്രിസ്മസ് ട്രീ, വളരെ പച്ചപ്പ് നിറഞ്ഞ ഒരു മരത്തിലാണ് ഈ ക്രിസ്തുമസ് ട്രീ തയ്യാറാക്കുന്നത്. ഈ പച്ചപ്പ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നിത്യജീവനെയാണ്. നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കാനുള്ളതല്ല, മറിച്ച് ഈ ജീവിതം നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഈ ക്രിസ്മസ് ട്രീ, വളരെ പച്ചപ്പ് നിറഞ്ഞ ഈ ക്രിസ്മസ് ട്രീയിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള സമ്മാനങ്ങൾ, അലങ്കാരങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട്. അതേപോലെ നിത്യജീവനെ പ്രവേശിക്കേണ്ട വ്യക്തികൾ ജീവിതം നന്നായിട്ട് ഒരുക്കണം. ഈ നിത്യജീവൻ സ്വന്തമാക്കേണ്ടവർ നല്ല മനോഹരമായ രീതിയിൽ ഈ നമ്മുടെ ജീവിതമാകുന്ന ക്രിസ്തുമസ് ട്രീകൾ നമ്മുടെ നല്ല ജീവിത ശൈലികൾ കൊണ്ട് ഒരുക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് ഈ ക്രിസ്തുമസ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല ഒരു ക്രിസ്മസ് ട്രീ വീടുകളിലും പള്ളികളിലും നിങ്ങളായിരിക്കുന്ന സ്ഥാപനങ്ങളിലും ഉണ്ടാക്കുക. ഈ ക്രിസ്മസ് ട്രീ നമ്മുടെ നിത്യജീവനെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തട്ടെ. വെളിപാടിന്റെ പുസ്തകം 22:14, ജീവന്റെ വർഷം അവകാശമാക്കുവാൻ നിങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധീകരിക്കുവിൻ. ഈ ആഗമന കാലഘട്ടത്തിൽ അച്ഛൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഈ ക്രിസ്മസ് കാലഘട്ടത്തില് ഞങ്ങളുടെ നല്ല പ്രവൃത്തികൾ കൊണ്ട് നിത്യജീവനാകുന്ന ക്രിസ്മസ് ട്രീയെ ഒരുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. താങ്ക് യു ഫോർ വാച്ചിങ് ആഡ്വെന്റ് ജിംഗിൾസ്. ആമേൻ.